ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പം നമ്മൾ കട്ട് ചെയ്യുന്നതോ അങ്ങനത്തെ സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോ അല്ല, ഒരു ഫാബ്രിക് പെയിൻറ്റിങ് റിലേറ്റഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്ന നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫാബ്രിക് പെയിൻറ്റിങ് പഠിച്ചിട്ട് ചെയ്യുന്നതൊന്നുമല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്ത മിസ്റ്റേക്സും ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത്രയും നാൾ ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ടൊരു 10 കാര്യമാണ് ഞാനിപ്പം നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനൊരിക്കൽ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഫാബ്രിക് പെയിൻറ്റിങ് പഠിച്ചതെന്നൊക്കെ. അത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ അറിയാമായിരുന്നു. അപ്പം ഞാൻ അന്ന് ആ കൊച്ചിനോട് ചോദിച്ചു, എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, പറഞ്ഞുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കളിയാക്കി. പിന്നെ നമ്മൾ അതെല്ലാം തന്നെയാണ് ഓരോന്ന് ചെയ്ത് നോക്കിയാണ് പഠിച്ചത്. അപ്പം അതിൽ മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഫാബ്രിക് പെയിൻറ്റിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കാണ്. നമ്മൾ ചെയ്ത് പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും നമ്മൾ കോട്ടണിൽ തന്നെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകെ അത് നല്ല ഈസി ആയിട്ട് തോന്നും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാബ്രിക്കിൻ്റെ സെലക്ഷനാണ്. കോട്ടൺ, സിൽക്ക് അങ്ങനത്തെ ഫാബ്രിക്കൊക്കെ വരുമ്പോൾ നമുക്ക് അതെല്ലാം നമ്മുടെ പെയിൻറ്റ് നല്ലതായിട്ട് ഫിക്സ് ആവുന്ന ടൈപ്പ് ഫാബ്രിക്കുകളാണ്. അതുപോലെ സിന്തറ്റിക് ഫൈബേഴ്സൊക്കെ വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഒത്തിരി പാടുപെടും. അതിന് യൂസ് ചെയ്യുന്ന പെയിൻറ്റിങ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ലിനൻ ഫാബ്രിക്, മൽച്ചന്തേരി, അതിലൊക്കെ നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫിനിഷിങ്ങും കൂടി കിട്ടും. നമ്മുടെ പെയിൻറ്റ് നല്ല രീതിയിൽ അതിൽ ബ്ലെൻഡ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ലാസ്റ്റ് ഫിനിഷിങ്ങൊക്കെ നല്ല സൂപ്പറാണ് ഈ മൽച്ചന്തേരിയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട്. രണ്ടാമത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഫാബ്രിക് ആദ്യമൊക്കെ ഞാൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ പെയിൻറ്റ് ചെയ്യുമായിരുന്നു. പിന്നീടാണ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. വാഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇതിൽ നമ്മളപ്പോൾ പറയുന്ന അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാബ്രിക്കിനെ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നു. ചില ഫാബ്രിക്കിൽ ഒരു ടൈപ്പ് പൊടി അങ്ങനത്തെ ഐറ്റംസ് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് അവർ സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വൈറ്റ് കളറിൽ പൊടി ഇങ്ങനെ നീങ്ങി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മറ്റുള്ളവർ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴല്ലേ അതിന് നമ്മൾ ചെയ്ത കാര്യത്തിനൊരു പൂർത്തിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്തിട്ടൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റ് നന്നായി സ്റ്റിക്കാവും. അതിനകത്തുള്ള കെമിക്കൽസും പൊടിയും എല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ലുക്ക് ഫിനിഷിങ്ങും ഒക്കെ കിട്ടും. പിന്നീടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫാബ്രിക്കിനനുസരിച്ച് നമ്മൾ പെയിൻറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റിൻ്റെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് പെയിൻറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ നല്ല സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഈ പെയിൻറ്റിങ്ങിനകത്ത് ഞാൻ മെറ്റീരിയലിനെ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. അതപ്പോൾ താഴെ ചെയ്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മേളിലെ ഭാഗത്ത് ഞാനൊരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെയ്യാൻ നേരത്ത് അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രെച്ച് ആയിട്ടില്ല. അപ്പോൾ സ്ട്രെച്ച് ആവാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഇടാൻ നേരത്ത് നമുക്കത് അറിയാൻ പറ്റും. ഒരുമാതിരി കുറച്ച് കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വൃത്തിയായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ഫാബ്രിക്കിനെ ഫ്രെയിമിൽ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ടേബിളിൽ നല്ല വലിച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പേപ്പറിലോ അങ്ങനെ പേപ്പറിൻ്റെയൊക്കെ മുകളിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫാബ്രിക്കിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റിനകത്ത് ശകലമെങ്കിലും വെള്ളത്തിൻ്റെ മയം ഉണ്ടെങ്കിൽ അത് ആ പേപ്പറിലെ താഴെ നമ്മൾ വെച്ചേക്കുന്ന പേപ്പറിൻ്റെ കളറും കൂടി നമ്മുടെ ഫാബ്രിക്കിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ലെയറിംഗ് ആണ്. നമ്മൾ ആദ്യം മാക്സിമം ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ ലെയർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്ത് ആദ്യത്തെ പെയിൻറ്റ് ഏകദേശം നല്ല രീതിയിലൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഡാർക്ക് കളർ കൊടുത്തിട്ട് നമ്മളതിനെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പെയിൻറ്റിന് നല്ല രീതിയിൽ ഉണങ്ങാനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പെയിൻറ്റിങ് നമ്മൾ ഫുള്ള് ഫിനിഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു മിനിമം ഒരു 24 hours എങ്കിലും നല്ല രീതിയിൽ അതിന് ഉണങ്ങാനുള്ള ടൈം കൊടുക്കണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹീറ്റ് സെറ്റിംഗ് ആണ്. നമ്മൾ ഉണങ്ങിയതിന് ശേഷം സ്റ്റീം ഇല്ലാത്ത അയൺ ബോക്സ് യൂസ് ചെയ്ത് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ പിൻവശം നല്ല രീതിയിൽ നല്ല അമർത്തി തേച്ച് കൊടുക്കുക. ലാസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 24 to 48 hours എങ്കിലും ആ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്യാവുള്ളൂ. വാഷ് ചെയ്യാൻ നേരത്ത് നമ്മൾ മൈൽഡായിട്ടുള്ള ഡിറ്റർജൻസ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്ത ഭാഗം ഉരച്ച് കഴുകാതിരിക്കുക. പിന്നെ ഡയറക്റ്റായിട്ട് സൺലൈറ്റിൻ്റെ കീഴിൽ ഒത്തിരി ചൂടുണ്ടെങ്കിൽ അത് അതിൻ്റെ അടിയിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പിളർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഷെയ്ഡിൻ്റെ അടിയിൽ എന്നാൽ വെയിൽ കിട്ടുന്ന രീതിയിലും ഇട്ട് നമ്മൾ ഉണക്കാൻ ശ്രമിക്കണം. നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ക്ലോത്തിലേക്ക് ആദ്യമായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ ഫാബ്രിക്കിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. വെള്ളം ഒത്തിരി ഫാബ്രിക് പെയിൻറ്റിൽ യൂസ് ചെയ്താലും കുഴപ്പമാണ്, എന്നാൽ ഒത്തിരി പെയിൻറ്റ് മാത്രമായിട്ട് യൂസ് ചെയ്താലും കുഴപ്പമാണ്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ നമ്മൾ ചെയ്ത് പഠിക്കും തോറുമാണ് നമുക്ക് അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെയിൻറ്റിങ് എല്ലാം ചെയ്യാൻ സാധിക്കട്ടെ. ഞാൻ പറഞ്ഞെന്ന പോയിൻറ്റ്സ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ് ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതുപോലെ ഫാബ്രിക് പെയിൻറ്റിങ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.